ഹായ് ഓൾ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന് പറയുന്ന പോയമാണ് എടുക്കാൻ പോകുന്നത്. WB യേറ്റ്സിൻ്റെ പോയമാണ്. പ്രൊനൗൺസ് ചെയ്യേണ്ടത് യേറ്റ്സ് എന്നാണ്. WB യേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന് പറയുന്ന പോയം. ഈ യൂണിറ്റ് കംപ്ലീറ്റ് പറയുന്നത് നേച്ചറിന് ഇമ്പോർട്ടൻസ് ആണ്, അല്ലേ? നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു യൂണിറ്റാണ്. ആ സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്രധാനമായിട്ടും ഈ പോയം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന തീമെന്ന് പറയുന്നത് ഏജിങ്, പാസിങ് ഓഫ് ടൈം, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ. കൂൾ എന്ന് പറയുന്നത് അയർലൻഡിലെ ഒരു പാർക്കാണ് കേട്ടോ. ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ. ഇവിടെ സ്വാൻസ് എന്ന് പറയുന്നത് അരയന്നങ്ങളെയാണ്. വൈൽഡ് സ്വാൻസ് എന്ന് പറഞ്ഞാൽ വന്യ അരയന്നങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനാൽ മെരുക്കപ്പെടാൻ സാധിക്കാത്ത അരയന്നങ്ങളെന്നർത്ഥം. അപ്പോൾ ആ ഒരു പാർക്കിലെ അരയന്നങ്ങൾ, കൂൾ എന്ന് പറയുന്ന പാർക്കിലെ അരയന്നങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പോയമാണ്. നമുക്ക് നോക്കാം. The trees are in their autumn beauty, the woodland paths are dry, under the October to light the water mirrors still sky, upon the brimming water among the stones are 950 swans. ഫസ്റ്റ് സ്റ്റാൻസ് എങ്ങനെയാണ്? The trees are in their autumn beauty. സീസൺ എന്താണ് അവിടുത്തെ? ഓട്ടമാണ്, ഇലയൊക്കെ പൊഴിയുന്ന കാലമാണ്. അപ്പോൾ the trees are in their autumn beauty, അത് ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ്. ചുവപ്പും നല്ല മഞ്ഞ കളറിലുമൊക്കെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കുന്നതും ഇലകളിങ്ങനെ പൊഴിയാനായി റെഡിയായി നിൽക്കുന്നതും ഒക്കെയുള്ള ട്രീസൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ് അയർലൻഡിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ട്രീസൊക്കെ അവരുടെ ഓട്ടം ബ്യൂട്ടിയിലാണ്. ദ വുഡ്ലാൻഡ് പാത്സ് ആർ ഡ്രൈ. വുഡ്ലാൻഡ് പാത്സ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വഴികൾ, അതൊക്കെ എങ്ങനെയാണ്? ഡ്രൈ ആണ്, മഴക്കാലമല്ല അല്ലേ, ഇല പൊഴിയുന്ന കാലമാണ്. അപ്പോൾ ആ വഴികളൊക്കെ ഡ്രൈ ആണ്. അണ്ടർ ദ ഒക്ടോബർ ടു ലൈറ്റ് ദ വാട്ടർ. അപ്പോൾ ഏത് മാസമാണ്? ഒക്ടോബർ മാസമാണ്. ടു ലൈറ്റ് സന്ധ്യാസമയമാണ്. ദ വാട്ടർ മിറേഴ്സ് എ സ്റ്റിൽ സ്കൈ. വെള്ളം മിറേഴ്സ് പോലെ സ്കൈയിനെ, മുകളിലുള്ള സ്കൈയിനെ ഒരു ഫോട്ടോ എങ്ങനെയാണോ നമ്മൾ നോക്കുന്നത് അതുപോലെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നിൽക്കുന്ന വെള്ളമാണ് അവിടെ ഉള്ളത്. അതിങ്ങനെ കണ്ണാടി പോലെ നിൽക്കുകയാണ്. അതിനകത്ത് നമുക്ക് ആകാശത്തിനെ കാണാം. അപ്പോൺ ദ ബ്രിമ്മിങ് വാട്ടർ എമംഗ് ദ സ്റ്റോൺസ്. സ്റ്റോൺസിന് മുകളിൽ, കല്ലുകൾക്ക് മുകളിൽ ബ്രിമ്മിങ് വാട്ടർ, കവിഞ്ഞ് നിൽക്കുകയാണ് വെള്ളം. ആർ 950 സ്വാൻസ്. അതിന് മുകളിൽ എന്തുണ്ട്? ആ വെള്ളത്തിൽ 950 സ്വാൻസ്, 59 സ്വാൻസ്, അരയന്നങ്ങളുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൂൾ എന്ന് പറയുന്ന അയർലൻഡിലെ ഒരു പാർക്കിലാണുള്ളത്. സീസൺ ഓട്ടമാണ്. പാത്തൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. ഒക്ടോബർ മാസമാണ്. സന്ധ്യാസമയമാണ്. വെള്ളം ഭയങ്കര ശാന്തമായി കിടക്കുന്നു. അതിന് മുകളിൽ 59 അരയന്നങ്ങളുമുണ്ട്. ഇനി നമുക്ക് നേരെ സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് പോകാം. ദ 19th autumn has come upon me since I first made my count. I saw before I had well finished all suddenly mount and scatter wheeling in a great broken rings upon their clamorous wings. The 19th autumn has come upon me since I first made my count. ഞാൻ ഈ അരയന്നങ്ങളെ എണ്ണാൻ തുടങ്ങിയിട്ട് 19 ഓട്ടമായി, അതായത് 19 സീസണായി, അതായത് 19 വർഷമായി അദ്ദേഹം ഈ ഒരു സ്വാൻസിനെ എണ്ണാൻ തുടങ്ങിയിട്ട്. ഐ സോ ബിഫോർ ഐ ഹാഡ് വെൽ ഫിനിഷ്ഡ് ഓൾ സഡൻലി മൗണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൗണ്ട് ചെയ്ത് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐ സോ എന്താ കണ്ടത്? ഓൾ സഡൻലി മൗണ്ട്, എല്ലാം പെട്ടെന്ന് മുകളിലേക്ക് മൗണ്ട് ചെയ്യുന്നു, ഉയർന്ന് പറക്കുന്നു. ആൻഡ് സ്കാറ്റർ വീലിംഗ് ഇൻ ഗ്രേറ്റ് ബ്രോക്കൺ റിങ്സ്. എന്നിട്ട് മുകളിൽ ചെന്നിട്ട് ഒരു വീലിൻ്റെ, ഒരു റിങ്ങിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. റിങ്ങിൻ്റെ ഷേപ്പിൽ കറങ്ങുക എന്ന് വെച്ചാൽ മുകളിൽ ചെന്ന് വട്ടത്തിൽ പറക്കുന്നു. പക്ഷേ അത് നല്ല കറക്റ്റായിട്ടുള്ള റിങ് അല്ല, ബ്രോക്കൺ റിങ്സ് ആണ്. അതായത് കറക്റ്റായിട്ട് പോയി നിന്നൊരു വട്ടം പോലെ പറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയൊരു വട്ടം തോന്നുന്ന രീതിയിലാണ് അവർ പറക്കുന്നത്. അപ്പോൾ ദെയർ ക്ലാംബ്രസ് വിങ്സ്. എന്തുപയോഗിച്ചാണ്? അവരുടെ ക്ലാംബ്രസ് വിങ്സ് മീൻസ് ഇങ്ങനെ ചിറകടി ശബ്ദമൊക്കെയുള്ള ആ വിങ്സൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ വട്ടത്തിൽ പറക്കുന്നു. ഐ ഹാവ് ലുക്ക്ഡ് അപ്പോൺ ദോസ് ബ്രില്യൻ ക്രിയേച്ചേഴ്സ് ആൻഡ് നൗ മൈ ഹാർട്ട് ഈസ് സോർ. എന്താ പറയുന്നത്? ഞാൻ ആ ബ്രില്യൻ ക്രിയേച്ചേഴ്സിനെ നോക്കി നിന്നു. ഇവിടെ ഐ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് തന്നെയാണ് കേട്ടോ. പോയറ്റ് ആ ബ്രില്യൻ ക്രിയേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോഡിൻ്റെ ഒരു ക്രിയേഷൻ ആണല്ലേ സ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നോക്കി നിന്നു. ആൻഡ് നൗ മൈ ഹാർട്ട് ഈസ് സോർ. പക്ഷേ എൻ്റെ ഹൃദയം ഇപ്പോൾ ഭയങ്കരമായ വേദനയിലാണ്. ഓൾസ് ചേഞ്ച്ഡ് സിൻസ്. എല്ലാം മാറിയിരിക്കുന്നു. ഹിയറിങ് അറ്റ് ടു ലൈറ്റ് the first time on shore, the bell beat of their wings above my head
ട്രോഡ് വിത്ത് എ ലൈറ്റർ ത്രെഡ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സങ്കടം വരാൻ കാരണം? അദ്ദേഹം ഫസ്റ്റ് ടൈം ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എങ്ങനെയുള്ള ആളായിരിക്കും? 19 കൊല്ലമായി. അപ്പോൾ ഭയങ്കര യങ് ആയിട്ടുള്ള, ഭയങ്കര യൂത്ത് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു യൗവനവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അന്ന് ആസ്വദിച്ചതുപോലെ അദ്ദേഹത്തിന് ഇപ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഇതൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല. ടൈം പാസ്സായി, അല്ലെ, ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ ബെൽ ബീറ്റ് ഓഫ് ദെയർ വിങ്സ് എബവ് മൈ ഹെഡ്. അന്ന് അവരുടെ വിങ്സിൻ്റെ ശബ്ദം എൻ്റെ തലയ്ക്ക് മുകളിൽ കേൾക്കുന്ന ആ ഒരു സമയത്ത് പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു? ട്രോഡ് വിത്ത് ലൈറ്റർ ത്രെഡ്. എൻ്റെ കാലടികളൊക്കെ ഭയങ്കര ലൈറ്ററായിരുന്നു. അന്ന് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം ചേഞ്ചായി. അതായത് നേച്ചർ അല്ലെങ്കിൽ സ്വാൻസ് എന്നൊക്കെ പറയുന്നത്, പ്രകൃതി എങ്ങനെയാണ്? ഒരിക്കലും നശിക്കാത്ത ബ്യൂട്ടിയിൽ നിൽക്കുകയാണ്. പക്ഷേ മനുഷ്യൻ എങ്ങനെയാണ്? പതിയെ വയസ്സായി ആ ഒരു യൗവനമൊക്കെ നഷ്ടപ്പെട്ട് അത് എൻജോയ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. അതായത് മനുഷ്യന് വന്നിരിക്കുന്ന ചേഞ്ച്, ആ പാസേജ് ഓഫ് ടൈം അല്ലെങ്കിൽ ഏജിങ്, പ്രായമാകുന്നതിനെയാണ് അദ്ദേഹം കാണിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ വേദന. അൺവീരീഡ് സ്റ്റിൽ ലവർ ബൈ ലവർ ദേ പാഡിൽ ഇൻ ദ കോൾഡ്. അപ്പോൾ നമുക്ക് വയസ്സാണ്, ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ആ പോയറ്റിന് വയസ്സായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സ്വാൻസ് എങ്ങനെയാണ്? അവർക്ക് ഒരു ക്ഷീണവുമില്ല, ഒരു തളർച്ചയുമില്ല. ലവർ ബൈ ലവർ, അവർ ലവറായിട്ട്, അതായത് പെയറായിട്ട് അങ്ങനെ നടക്കുകയാണ്. ദേ പാഡിൽ ഇൻ ദ കോൾഡ്, തണുപ്പത്ത് പാഡിൽ ചെയ്യുന്നു, തുഴഞ്ഞൊക്കെ അവരിങ്ങനെ നീങ്ങുന്നു. കമ്പാനിയനബിൾ സ്ട്രീംസ് ഓർ ക്ലൈം ദ എയർ. സ്ട്രീംസിലാണെങ്കിലും അരുവിയിലാണെങ്കിലും എയർ വായുവിലാണെങ്കിലും പറക്കുന്ന സമയത്താണെങ്കിലും തുഴയുന്ന സമയത്താണെങ്കിലും അവർ കമ്പാനിയനബിളാണ്. പരസ്പരം സ്നേഹത്തോടെ സുഹൃത്തുക്കളെ പോലെയുള്ള ആൾക്കാരാണ്. മനുഷ്യൻ അതൊന്നും ഉണ്ട്, അല്ലേ? മനുഷ്യൻ അങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ വളരെ കുറവാണ്. ദെയർ ഹാർട്ട്സ് ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ്. അവരുടെ ഹൃദയം ഇതുവരെ വയസ്സായിട്ടില്ല. അതായത് ഏജിങ്ങിൻ്റെ ആ ഒരു സങ്കടമാണ് അദ്ദേഹം കാണിക്കുന്നത്. പ്രായമാകുന്നതനുസരിച്ച് വരുന്ന അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനിലാണെങ്കിലും ആരോഗ്യാവസ്ഥ അതിലാണെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ അരയന്നങ്ങൾ അദ്ദേഹം എന്ന് കണ്ടോ അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും. ദെയർ ഹാർട്ട്സ് ആർ നോട്ട് ഗ്രോൺ ഓൾഡ്. പാഷൻ ഓർ കോൺക്വസ്റ്റ്. സ്നേഹമാണെങ്കിലും യുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും വാണ്ടർ വെയർ ദേ വിൽ, അവരെല്ലാം ഒറ്റക്കെട്ടാണ്. എന്തിലും അവർ ഒറ്റക്കെട്ടാണ്. അറ്റൻഡ് അപ്പോൺ ദം സ്റ്റിൽ, അവരിപ്പോഴും ഒരുപോലെ തന്നെയാണ്. ബട്ട് നൗ ദേ ഡ്രിഫ്റ്റ് ഓൺ ദ സ്റ്റിൽ വാട്ടർ മിസ്റ്റീരിയസ് ബ്യൂട്ടിഫുൾ. അവരിപ്പോഴും വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നടക്കുകയാണ്. മിസ്റ്റീരിയസ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര നിഗൂഢത നിറഞ്ഞതാണ്, അതുപോലെ ബ്യൂട്ടിഫുൾ, മനോഹരവുമാണ്. എമംഗ് വാട്ട് റഷസ് വിൽ ദേ ബിൽഡ്. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഏത് റഷസിൽ, പുല്ലുകളിലായിരിക്കും അവർ കൂടുകൂട്ടുക? ബൈ വാട്ട് ലേക്സ് എഡ്ജ് ഓർ പൂൾ, അതോ ഏതെങ്കിലും നദിയുടെ കരയിലോ കുളത്തിലായിരിക്കും ഒരു കൂട് കൂട്ടുന്നത്? ഡിലൈറ്റ് മെൻസ് ഐസ് വെൻ ഐ വർക്ക് അപ്പ് ഐ അവേക്ക് സം ഡേ ടു ഫൈൻഡ് ദേ ഹാവ് ഫ്ലോൺ അവേ. ഞാനിനി ഒരു പക്ഷേ നാളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇവരും ഒരു ഓർമ്മയായിട്ട് മാറുമോ എന്ന്. അതിനർത്ഥം ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചു. ഇനി നാളെ ഒരു പക്ഷേ ഈ ഭംഗിയുള്ള അല്ലെങ്കിൽ മനോഹരമായ കാഴ്ച അല്ലെങ്കിൽ ഈ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്വാൻസും എൻ്റെ ഉള്ളിൽ നിന്നൊരു ഓർമ്മയായി മാറുമോ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് നേച്ചർ. അതായത് നേച്ചറിൻ്റെ ആ മനോഹാരിതയും ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, അതെന്നും നിലനിൽക്കുന്നുണ്ട്, ഇമ്മോർട്ടലാണ്. പക്ഷേ മനുഷ്യൻ എങ്ങനെയാണ്? മനുഷ്യൻ്റെ ലൈഫ് ഓരോ സമയം ചെല്ലുന്നതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു.